ദില്ലിയിൽ നടന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ച അലസിപ്പിരിഞ്ഞു. ചർച്ച പൂർത്തിയാക്കാതെ രമേശ് ചെന്നിത്തല മടങ്ങി. വയനാടിന്റെ കാര്യത്തിൽ ചർച്ചയ്ക്കില്ലെന്നും സിദ്ദിഖ് തന്നെ മത്സരിക്കുമെന്നും ഉറച്ച നിലപാടിൽ ഉമ്മൻചാണ്ടിയും. വൈകിട്ടോടെ 4 സീറ്റിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് മുല്ലപ്പള്ളിയുടെ വാക്കുകളിലേക്ക് ആദ്യം. ദില്ലിയിൽ ചേർന്ന ചർച്ചയ്ക്ക് തീരുമാനമായില്ല. ചർച്ച അലസിപ്പിരിഞ്ഞു എന്നുള്ള വാർത്തകളാണ് ദില്ലിയിൽ നിന്ന് ലഭ്യമാകുന്നത്. ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് മുല്ലപ്പള്ളി അല്പം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എന്നാൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കെല്ലാം തന്നെ ഉള്ളത്. ധാരണയുടെ പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു ഉണ്ടാകാൻ എന്തെങ്കിലും സീരിയസ് ആയ വല്ല പ്രശ്നം വേണ്ട. ഹൈക്കമാൻഡിൽ ഞങ്ങൾ അന്ന് തന്നെ വിട്ടല്ലോ. 4 സീറ്റ് ഹൈക്കമാൻഡ് വിട്ടു എന്ന് പറഞ്ഞില്ലേ? ആ തീരുമാനം ഇന്ന് അനൗൺസ് ചെയ്യും കേട്ടോ. സന്തോഷ് കൂടി ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സന്തോഷ്, ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് മുല്ലപ്പള്ളി പറഞ്ഞത്. പക്ഷേ നേതാക്കൾ അസംതൃപ്തരാണ്. ചർച്ച പൂർത്തിയാക്കാതെ രമേശ് ചെന്നിത്തല മടങ്ങിയിരിക്കുന്നു. മുല്ലപ്പള്ളിയുടെ വാക്കുകളിൽ പോലും അമർഷവും നീരസവും വ്യക്തമാണ്. ഉമ്മൻചാണ്ടിയും മൗനം പാലിക്കുകയായിരുന്നു. എന്താണ് വിവരങ്ങൾ? ജോജേറ്റ, തികച്ചും നാടകീയ സംഭവവികാസങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചയുമായി ബന്ധപ്പെട്ട് നടന്നത്. രാവിലെ 9 മണിയോടുകൂടി രമേശ് ചെന്നിത്തല മുല്ലപ്പള്ളിയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ചയ്ക്കായി. തുടർന്ന് ഇരുവരും തമ്മിൽ ഈ 4 മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ സംബന്ധിച്ചുള്ള ചർച്ച ആരംഭിച്ചു. അത് ഏകദേശം 2 മണിക്കൂർ പിന്നിട്ടതിന് ശേഷമാണ് ഉമ്മൻചാണ്ടി ഈ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയത്. അതായത് ഇന്ന് പുലർച്ചയോടുകൂടി ഡൽഹിയിലെത്തിയ ഉമ്മൻചാണ്ടി മുല്ലപ്പള്ളിയുടെ വസതിയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയായിരുന്നു. അദ്ദേഹം ആന്ധ്രാപ്രദേശിന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പ്രതികരിച്ചുള്ളൂ. പലതവണ ആവർത്തിച്ച് ഉമ്മൻചാണ്ടിയോട് കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയം ഇന്ന് പൂർത്തിയാകുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴും ആന്ധ്രയുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയ്ക്കാണ് ഡൽഹിയിലെത്തിയത്. അത് പൂർത്തിയായി. ആ സാഹചര്യത്തിൽ ഇവിടെ എത്തി എന്നത് മാത്രമാണ്. ഈ ചർച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോഴും ഉമ്മൻചാണ്ടി കേരളത്തിന്റെ ചർച്ചയെക്കുറിച്ച് ഒന്നും പ്രതികരിച്ചില്ല. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് KPCC നേതൃത്വം പറയും എന്ന് മാത്രമേ ഉമ്മൻചാണ്ടി പറഞ്ഞുള്ളൂ. എന്തായാലും ഉമ്മൻചാണ്ടി കൂടി വന്നിട്ട് ഒരു 45 മിനിറ്റ് മാത്രമേ ആ കൂടിക്കാഴ്ചയിൽ രമേശ് ചെന്നിത്തല ഇരുന്നുള്ളൂ. രമേശ് ചെന്നിത്തല തുടർന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അത് പിന്നീടാണ് അത് വിവരം ലഭിച്ചു തുടങ്ങിയത്. ഉമ്മൻചാണ്ടി വയനാട് സീറ്റിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് വ്യക്തമാക്കി. വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ചതിലെ നീരസം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. സിദ്ദിഖിന് വയനാട് സീറ്റ്, അതിനപ്പുറം മറ്റൊരു ചർച്ചയ്ക്ക് താനില്ല എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കി. ഇതിൽ കടുത്ത പ്രതിഷേധം രമേശ് ചെന്നിത്തല പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം ആ ചർച്ചയിൽ പങ്കെടുക്കാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോയത്. കേരളത്തിലേക്ക് പോകുന്നു എന്നാണ് അറിയിച്ചത്. നേരത്തെ തന്നെ 2:30 ഫ്ലൈറ്റിൽ കേരളത്തിലേക്ക് പോകാൻ ടിക്കറ്റ് രമേശ് ചെന്നിത്തല ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ അതിനായി ഒരു 12 മണിയോടുകൂടി അദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങുമെന്നാണ് 12:30 ഇറങ്ങും. ഇവിടെ നിന്നും കേരളത്തിലേക്കുള്ള ട്രെയിനിലേക്ക് സ്ഥാനാർത്ഥി നിർണയത്തിൽ വൈകിട്ടോടെ തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നു. വടകര, ആലപ്പുഴ, ആറ്റിങ്ങൽ, വയനാട് സീറ്റുകളിൽ ഹൈക്കമാൻഡാണ് തീരുമാനം ഇനി എടുക്കുക എന്നുള്ള സൂചനകളാണ് ദില്ലിയിൽ നിന്ന് ലഭ്യമാകുന്നത്. കേരള ഘടകത്തിന്റെ ചർച്ചകൾ പൂർത്തിയായിരിക്കുന്നു. ഒരുപക്ഷെ നേതാക്കൾ അസംതൃപ്തരാണ് എന്നതിന്റെ സൂചനകൾ കൂടിയാണ് മുല്ലപ്പള്ളിയുടെ വാക്കുകളിൽ നിന്നും ദില്ലിയിൽ നിന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും ഇപ്പോൾ നിരീക്ഷിക്കാൻ കഴിയുന്നത്. ചർച്ച പൂർത്തിയാക്കാതെ അനിഷ്ടം രേഖപ്പെടുത്തി രമേശ് ചെന്നിത്തല മടങ്ങുകയായിരുന്നു. അതിനുശേഷം ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട ഉമ്മൻചാണ്ടി മൗനം പാലിച്ചപ്പോൾ അമർഷവും നീരസവും ഒക്കെ വ്യക്തമാക്കുന്ന വാക്കുകൾ തന്നെയാണ് KPCC അധ്യക്ഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെത്തും. ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളുമായി പങ്കുവച്ചത്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് കാസർഗോഡ് കോൺഗ്രസിൽ ഉയർന്ന കലാപം സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ഒതുക്കി. അഡ്വക്കേറ്റ് സുബയ്യ റൈക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനു പിന്നിൽ DCCയിലെ ചില ഉന്നത നേതാക്കൾ തന്നെയാണെന്ന് DCC ഭാരവാഹികൾ ആരോപണമുന്നയിച്ചു. സ്ഥാനാർത്ഥി ആര് തന്നെയായാലും കാസർഗോഡ് LDF മേൽക്കൈ തുടരുമെന്ന് LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചർച്ചകളിലെവിടെയും ഉയർന്നു വന്നിട്ടില്ലാത്തതാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേര്. എന്നാൽ കാസർഗോട്ടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ആദ്യം മുതൽ സജീവമായി നിന്നതാണ് KPCC അംഗം B സുബയ്യ റൈയുടെ പേര്.
പെരിയ ബാലകൃഷ്ണൻ, PC വിഷ്ണുനാഥ്, AP അബ്ദുള്ളക്കുട്ടി എന്നിവരുടെ പേരുകൾ പരിഗണിച്ചുവെങ്കിലും സുബയ്യറയ്ക്കായിരുന്നു മുൻതൂക്കം. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഇടപെട്ട് സുബയ്യറയുടെ സീറ്റ് നിഷേധിച്ചുവെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് പരാതിയുണ്ട്. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ നായർ: സുബയ്യറൈ ജില്ലയിൽ സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ ചിലർ കളിച്ചു എന്ന തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ട്. ആരോ ചിലരുടെ വ്യക്തമായ ചില കരുനീക്കങ്ങൾ ഈ ജില്ലക്കകത്ത് അദ്ദേഹം സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ വേണ്ടി നടത്തിയെന്ന് ഒരു എല്ലാവർക്കും ഒരു പൊതു സംസാരമുണ്ട്. DCC പ്രസിഡന്റിന്റെ ചില ചെയ്തികളോട് ഞങ്ങൾക്ക് ശക്തമായ എതിർപ്പുണ്ട്. ആ എതിർപ്പ് ഞങ്ങൾ KPCCയോട് ആ എതിർപ്പ് പലപ്പോഴും രേഖപ്പെടുത്തിയതാണ്. സുബയ്യറയ്ക്ക് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൽ കലാപമുയർന്നു. 18ഓളം DCC അംഗങ്ങളും ഭാരവാഹികളും രാജിക്കൊരുങ്ങിയെങ്കിലും ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഇടപെട്ട് പ്രതിഷേധക്കാരെ പിന്തിരിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ തുടക്കം കുറിക്കും. തെരഞ്ഞെടുപ്പിന് ശേഷം DCC പ്രസിഡന്റിനെ മാറ്റാമെന്ന് ഉറപ്പു ലഭിച്ചതായാണ് പ്രതിഷേധക്കാരുടെ അവകാശവാദം. അതിനാൽ രാജ്മോഹൻ ഉണ്ണിത്താന് വേണ്ടി തങ്ങൾ രംഗത്തിറങ്ങുമെന്നും അവർ വ്യക്തമാക്കി. പ്രതിഷേധമുണ്ടെങ്കിലും അഡ്വക്കേറ്റ് സുബയ്യറൈ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. UDF സ്ഥാനാർത്ഥി ആരായാലും LDFന് അത് പ്രശ്നമല്ലെന്നും മണ്ഡലത്തിലെ LDF മേൽക്കൈ ഒരു ഘട്ടത്തിലും നഷ്ടപ്പെടില്ലെന്നും സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. ഇവിടെ ആര് സ്ഥാനാർത്ഥിയായാലും അത് LDFന്റെ വിജയസാധ്യതയെ ബാധിക്കുന്നതല്ല. കോൺഗ്രസിലുണ്ടായ പ്രശ്നങ്ങൾ സ്വാഭാവികമായും കോൺഗ്രസ് പ്രവർത്തകന്മാരിൽ മനമെടുപ്പുണ്ടാക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സ്ഥാനാർത്ഥി ആരായാലും അത് LDFനെ ബാധിക്കുന്നതല്ല. LDF ഇതര വോട്ടുകൾ. ഇപ്പോൾ VM സുധീരൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ജനപ്രതികരണങ്ങൾ തെളിയിക്കുന്നത് ജനങ്ങളുടെ ഈ പ്രതീക്ഷയ്ക്ക് കോൺഗ്രസിനെയും UDFനെയും വിജയിപ്പിക്കാനുള്ള ജനങ്ങളുടെ അദമ്യമായ ആഗ്രഹത്തിന് അതിന് പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ, ജനങ്ങളെ മനസ്സ് മടുപ്പിക്കുന്ന രീതിയിൽ ഗ്രൂപ്പ് അതിപ്രസരവും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വിലപേശലും ഗ്രൂപ്പ് കടുംപിടുത്തവും മൂലം വളരെ ഭംഗിയായി നടക്കേണ്ട സ്ഥാനാർത്ഥി നിർണയം നീണ്ടു പോകുന്നതിൽ, കാലതാമസം എടുക്കുന്നതിൽ, അതുമായി ബന്ധപ്പെട്ട അനാരോഗ്യകരമായ ചർച്ച മുന്നോട്ട് പോകുന്നതിൽ വളരെയേറെ വിഷമമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ നിർണായകമായ സന്ദർഭത്തിൽ കോൺഗ്രസിനും UDFനും അനുകൂലമായ അന്തരീക്ഷം ഏറ്റവും ഭംഗിയായി മുന്നോട്ട് വന്ന ഈ സന്ദർഭത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു പ്രവർത്തിക്കാൻ, ജനങ്ങൾ ആഗ്രഹം അനുസരിച്ച് ക്രിയാത്മകമായി മുന്നോട്ട് പോകാൻ തയ്യാറായേ മതിയാകൂ. എല്ലാവരും തയ്യാറാകേണ്ട സന്ദർഭമാണിത്. ആ സന്ദർഭത്തിൽ ഗ്രൂപ്പ് പിടിവാശിയും കടുംപിടുത്തവും വിലപേശലും ഒക്കെ മാറ്റിവെച്ച് പാർട്ടി താൽപ്പര്യം, ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പാർട്ടിയുടെ വിജയം, പാർട്ടി നേതൃത്വം കൊടുക്കുന്ന UDFന്റെ വിജയം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ നടപടികളിലേക്ക് എത്രയും വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ എന്നാണ് എൻ്റെ പ്രത്യാശ. സാധാരണ സീറ്റുകൾക്ക് വേണ്ടിയുള്ള പിടിവിലാണ് ഉണ്ടാവും. ഇത്തവണ സീറ്റിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ടാണ് കൂടുതലായി കോൺഗ്രസ്. അത് പരാജയ രീതി കൊണ്ട് കാരണം അല്ല, അത് ഒരിക്കലുമല്ല. അത് ഓരോരുത്തർക്കും ഓരോ കാരണമുണ്ട്. അത് അവർ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുമുണ്ട്. KPCC പ്രസിഡന്റ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുകൊണ്ട് 20 പാർലമെൻറ്റ് മണ്ഡലത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ആ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. KC വേണുഗോപാലാകട്ടെ, അദ്ദേഹത്തിന് ഇപ്പോൾ ഡൽഹിയിൽ വളരെയേറെ ചുമതല വന്നിരിക്കുന്നത് കൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതൊന്നൊരു പ്രശ്നമേ അല്ല. മറിച്ച് എത്രയും വേഗത്തിൽ ജനങ്ങൾ കാത്തിരിക്കുന്ന രീതിയിൽ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും വിജയം കൂടുതൽ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ളത്. പ്രാധാന്യം കണക്കിലെടുത്ത് താങ്കളടക്കമുള്ള മുതിർന്ന നേതാക്കൾ മത്സരിക്കേണ്ടിയിരുന്നില്ല. അതല്ല, എൻ്റെ നിലപാട് ഇതുമായി ബന്ധപ്പെട്ടതല്ല. ഞാൻ 2009 തന്നെ എത്തിയിട്ടത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യവുമായി ഒരു ബന്ധവും അതിനില്ല. 2009 അന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും ഞാൻ മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ നിലപാട് മറിച്ചൊന്നുമല്ല. കാരണം 25 വർഷം പാർലമെൻ്ററി രംഗത്ത് പ്രവർത്തിച്ചു, MLA ആയി, MP ആയി.
അങ്ങനെ 25 വർഷം പൂർത്തിയാക്കിയപ്പോൾ തന്നെ ഇനി എത്തേണ്ടതില്ല എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തീരുമാനിച്ചതാണ്, ഇപ്പോഴല്ല, 2009 തീരുമാനമെടുത്തതാണ്. പക്ഷെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അന്ന് ഞാൻ മത്സരരംഗത്തുനിന്ന് മാറിയത് കൊണ്ടാണ് KC വേണുഗോപാൽ ആലപ്പുഴയിൽ വന്നത്. വേണുഗോപാൽ പാർലമെന്റിൽ പോയതുകൊണ്ടാണ് ശ്രീ A ഷുക്കൂറിന് അസംബ്ലിയിൽ മത്സരിക്കാൻ അവസരം കിട്ടിയത്. അതുകൊണ്ട് വളരെ അനിവാര്യമായിട്ടുള്ള നേതാക്കന്മാരാരെങ്കിലും മത്സരിക്കുന്നതിൽ അപാകതയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനല്ലെങ്കിൽ അനുയോജ്യരായ മറ്റൊരാളെ രംഗത്ത് വരും എന്നുള്ള ഉറപ്പെനിക്കുള്ളത് കൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് ഞാൻ മത്സരരംഗത്തില്ല എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യമായി ദയവായി കൂട്ടിക്കൊഴിക്കരുത്. ഇല്ല, അനുകൂല അന്തരീക്ഷം ചെറിയൊരു ഒരു ആളുകൾക്ക് മനസ്സിനൊരു വിഷമമുണ്ടാക്കുന്നുണ്ട്. അത് താൽക്കാലികമാണ്. ആ താൽക്കാലികമായ പ്രയാസങ്ങളൊക്കെ സ്ഥാനാർത്ഥികൾ വന്നു കഴിഞ്ഞ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നതോടുകൂടി അതെല്ലാം മാറ്റിയെടുക്കാൻ കഴിയും. ഞാൻ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. അതേക്കുറിച്ച് തന്നെ അവർ തന്നെ കാര്യങ്ങളൊക്കെ കൃത്യമായി വിശദീകരിച്ചിട്ടുള്ളത് കൊണ്ട് കൂടുതൽ അതേക്കുറിച്ച് എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നു. വടകരയിൽ എങ്ങനെയുള്ള സ്ഥാനാർത്ഥി വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? VM സുധീരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ജനങ്ങളുടെ പ്രതീക്ഷ തകർക്കുന്ന രീതിയിലാണ് കോൺഗ്രസിന്റെ നിലപാടുകൾ. ഗ്രൂപ്പ് തർക്കം മുന്നോട്ട് പോകുന്നത്. അനാരോഗ്യകരമായ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. വിലപേശൽ, ഗ്രൂപ്പ് അതിപ്രസരം, കടുംപിടുത്തം അത് ഒഴിവാക്കാൻ നേതാക്കൾ തയ്യാറാകണം. ഇത് താൽക്കാലികമായി കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് VM സുധീരൻ പറഞ്ഞത്. വാർത്തകളിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. അന്തരിച്ച ഗോവൻ മുഖ്യമന്ത്രി മനോഹർ പരീക്കറുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് മിരമാർ ബീച്ചിൽ നടക്കും. പാൻക്രിയാസ് സംബന്ധമായ അസുഖത്തെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. മനോഹർ പരീക്കറുടെ നിര്യാണത്തിൽ രാജ്യത്ത് ഇന്ന് ദുഃഖാചരണം. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അനുശോചനം രേഖപ്പെടുത്തി. അനാരോഗ്യത്തിലും ഭരണരംഗത്ത് ചുമതലകൾ നിർവഹിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അനുസ്മരിച്ചു. പാൻക്രിയാസിൽ രോഗം ബാധിച്ചതിനെ തുടർന്ന് US-ലും ഇന്ത്യയിലുമായി വിദഗ്ധ ചികിത്സയിലായിരുന്ന മനോഹർ പരീക്കറുടെ മരണം പനാജിയിലെ വസതിയിലായിരുന്നു. 4 തവണ മുഖ്യമന്ത്രിയായിരുന്ന പരീക്കർ രാജ്യത്തെ ആദ്യ IIT ബിരുദധാരിയായ മുഖ്യമന്ത്രിയാണ്. ഗോവയിലെ മാപൂസയിൽ 1955 ഡിസംബർ 13 ജനിച്ച മനോഹർ പരീക്കർ RSSലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തി. മുംബൈ IITയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ അദ്ദേഹം BJPയിലൂടെ 1994 നിയമസഭാംഗമായി. രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിൽ 2000 ഒക്ടോബറിൽ BJP ആദ്യമായി ഗോവയിൽ ഭരണത്തിലെത്തിയപ്പോൾ പരീക്കറെയാണ് മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിച്ചത്. 2002 ഫെബ്രുവരിയിൽ നിയമസഭ പിരിച്ചുവിട്ടെങ്കിലും തെരഞ്ഞെടുപ്പിനെ തുടർന്ന് കൂട്ടുകക്ഷി മന്ത്രിസഭയെ നയിച്ച് ജൂണിൽ വീണ്ടും മുഖ്യമന്ത്രിയായി. തുടർന്ന് 2005 ഭരണം നഷ്ടപ്പെട്ടെങ്കിലും 2012 മൂന്നാം വട്ടം മുഖ്യമന്ത്രി സ്ഥാനത്തെത്തി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ പരീക്കർ 2014 നവംബർ മുതൽ 2017 മാർച്ച് വരെ ആ സ്ഥാനത്ത് തുടർന്നു. 2017 മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാനായി രാജിവെച്ച മനോഹർ പരീക്കർ തന്റെ സ്ഥിരം മണ്ഡലമായ പനജിയിൽ വിജയിച്ച് വീണ്ടും നിയമസഭാംഗമായി. ഗോവയിൽ മനോഹർ പരീക്കർക്ക് പകരക്കാരനെ കണ്ടെത്താൻ BJPയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് മാസങ്ങളായി ആശുപത്രിയിൽ കഴിയുകയായിരുന്ന പരീക്കറുടെ മരണം സംഭവിച്ചത്. ന്യൂസ് ഡെസ്ക്. ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കറുടെ നിര്യാണത്തോടെ മുഖ്യമന്ത്രി പദത്തിന് അവകാശവാദം ഉന്നയിച്ച് സഖ്യകക്ഷികൾ രംഗത്ത്. മഹാരാഷ്ട്രവാദി ഗോമാതക് പാർട്ടിയും ഗോവ ഫോർവേഡ് പാർട്ടിയും മുഖ്യമന്ത്രി പദം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇരു പാർട്ടി നേതാക്കളുമായി കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ നിലവിൽ ഗോവ നിയമസഭാ സ്പീക്കറായ പ്രമോദ് സാവന്ത് പുതിയ മുഖ്യമന്ത്രിയായേക്കും എന്നാണ് സൂചനകൾ. മനോഹർ പരീക്കറുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഗോവയിലെത്തിയ BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇക്കാര്യത്തിൽ കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 91 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനമാണ് പുറത്തിറക്കിയത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ തുടങ്ങി 20 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 91 ലോക്സഭാ സീറ്റുകളിലേക്കും ആണ് വിജ്ഞാപനം ഇറങ്ങിയത്.
പത്തനംതിട്ട സീറ്റിനെ ചൊല്ലി ബി.ജെ.പിയിൽ തർക്കം രൂക്ഷം. പത്തനംതിട്ട ഇല്ലെങ്കിൽ മത്സരിക്കാനില്ലെന്ന് കെ സുരേന്ദ്രൻ. ബി.ജെ.പി സ്ഥാനാർത്ഥി പട്ടിക ഇന്നുമില്ല. ടോം വടക്കൻ ശ്രീധരൻ പിള്ളയുമായി കൂടിക്കാഴ്ച നടത്തി. മത്സരിക്കാനുള്ള സാധ്യത തള്ളാതെ ടോം വടക്കൻ. കൊണ്ട് കോൺഗ്രസ് സമ്പുഷ്ടമാക്കി പ്രത്യാശയോടത് നിറവേറ്റുമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അവരാരും ഈ കഴിഞ്ഞ ലിസ്റ്റ് വരുന്നത് വരെ തങ്ങൾ മത്സരിക്കില്ലെന്ന് പറയാനുള്ള, ഞങ്ങൾ ആ സ്ഥാനത്തേക്കില്ലെന്ന് പറയാൻ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആളുകാരും തയ്യാറായിട്ടില്ല. പക്ഷേ ലിസ്റ്റ് വന്നപ്പോൾ ബി.ജെ.പി ആരോപിക്കുന്നത് പോലെ കേരളത്തിൽ കോമാ മുന്നണിയാണ് മത്സരിക്കുന്നത്. ശ്രീധരൻപിള്ളയുടെ വാക്കുകളാണ് കേട്ടത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ശരത്ത് ചേർന്നു. ശരത്ത്, ശ്രീധരൻപിള്ള എന്തൊക്കെ കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്? ഒപ്പം തന്നെ ബി.ജെ.പിയിലെ സീറ്റ് ചർച്ചകൾ ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത്? ജോജറ്റ് കേരളത്തിലെ സ്ഥാനാർത്ഥി ലിസ്റ്റിന് അന്തിമ രൂപമായെന്നും പാർലമെന്ററി ബോർഡ് നാളെ ലിസ്റ്റ് പരിഗണിക്കുമെന്നുമാണ് ഇപ്പോൾ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള വ്യക്തമാക്കിയിരിക്കുന്നത്. ബി.ജെ.പി തെരഞ്ഞെടുപ്പിന് സജ്ജമാണ്. എല്ലാ പ്രവർത്തനങ്ങളും ബി.ജെ.പി സംസ്ഥാന നേതൃത്വം നടത്തിയിരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ കോൺഗ്രസ് മാർക്സിസ്റ്റ് മുന്നണിയാണ് ഉള്ളത് എന്നുള്ള ഒരു വിമർശനം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉന്നതരില്ലാത്തത് ഇതുകൊണ്ടാണ് എന്നുള്ള ഒരു വിമർശനം സംസ്ഥാന ബി.ജെ.പി അധ്യക്ഷൻ ഉന്നയിച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് ഉള്ള ചോദ്യങ്ങൾക്ക് പ്രധാനമായും തൃശൂർ സീറ്റിൽ ആര് മത്സരിക്കണമെന്നുള്ള കാര്യത്തിൽ ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിന് കൃത്യമായ നിലപാടില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം ബി.ജെ.പി മത്സരിക്കണമോ ബി.ജെ.പി മത്സരിക്കണമോ എന്ന കാര്യത്തിൽ ബി.ജെ.പി സംസ്ഥാന നേതൃത്വം തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന് വിധിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ബി.ഡി.ജെ.പി അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തന്നെ ഒരു പക്ഷേ തൃശൂർ സീറ്റിൽ മത്സരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കേന്ദ്ര നേതൃത്വം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി ഇവിടെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും കെ സുരേന്ദ്രനെ തൃശൂർ സീറ്റിലും പരിഗണിക്കാനിടയില്ല. അതോടുകൂടി രണ്ട് സീറ്റുകളിൽ പത്തനംതിട്ട സീറ്റിലും അതുപോലെ തന്നെ തൃശൂർ സീറ്റിലും പരിഗണിക്കപ്പെട്ട കെ സുരേന്ദ്രനെ മറ്റൊരു മണ്ഡലത്തിലേക്ക് പരിഗണിക്കേണ്ടി വരും. അതാവട്ടെ ഒട്ടും താല്പര്യമില്ലാത്ത കെ സുരേന്ദ്രന് ഒട്ടും താല്പര്യമില്ലാത്ത ആറ്റിങ്ങൽ മണ്ഡലമാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് കെ സുരേന്ദ്രനെ പരിഗണിക്കുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ നീക്കത്തിൽ പൂർണ്ണമായും കെ സുരേന്ദ്രൻ അതൃപ്തി രേഖപ്പെടുത്തിയെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നാളെ ബി.ജെ.പിയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേരാനുള്ള സാധ്യത കാണുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നാളെ മാത്രമേ പത്രിക പുറത്തു വരികയുള്ളൂ. ഇപ്പോൾ അൽഫോൺസ് കണ്ണന്താനം അതുപോലെ തന്നെ ടോം വടക്കനും മത്സരിക്കാനുള്ള സാധ്യതകൾ ഏറെക്കുറെ വർദ്ധിച്ചിട്ടുണ്ട്. ടോം വടക്കൻ ഒരുപക്ഷെ എറണാകുളത്ത് ചാലക്കുടിയോ മത്സരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുപോലെ തന്നെ അൽഫോൺസ് കണ്ണന്താനം ഇപ്പോഴും പത്തനംതിട്ട സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. പത്തനംതിട്ടയാകട്ടെ അതേസമയം എസ് ശ്രീധരൻപിള്ള മത്സരിക്കാനുള്ള സന്നദ്ധതയിലാണ്. താൻ മത്സരരംഗത്തില്ല എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള എല്ലാ താല്പര്യവുമുണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി നിർണ്ണയം പുരോഗമിക്കുന്നത്. അതുപോലെ തന്നെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട സീറ്റ് ലഭിച്ചില്ല എങ്കിൽ മത്സരിക്കില്ല എന്നുള്ള ഒരു നിലപാട് പൊതുവെ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനമായി ശോഭാ സുരേന്ദ്രൻ പാലക്കാട് സീറ്റാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ പാലക്കാട് സീറ്റ് കിട്ടില്ല എന്നുറപ്പായതോടുകൂടി മത്സരിക്കില്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ എം.പി രമേശിന്റെ കാര്യത്തിൽ നേരത്തെ തന്നെ പത്തനംതിട്ട സീറ്റ് കിട്ടാത്തതോടുകൂടി മത്സരരംഗത്ത് പിന്മാറുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു സ്ഥാനാർത്ഥി പി.കെ. കൃഷ്ണദാസാണ്. പി.കെ. കൃഷ്ണദാസിനെ ആറ്റിങ്ങലിലേക്കാണ് പരിഗണിച്ചത്. എന്നാൽ ആറ്റിങ്ങൽ സീറ്റിൽ അദ്ദേഹം തൃപ്തനായിരുന്നില്ല. ഇതോടുകൂടി അദ്ദേഹവും മത്സരിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ 3 ജനറൽ സെക്രട്ടറിമാർ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും ഇല്ലാത്ത ഒരു പട്ടികയിലേക്ക് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക മാറുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ ജനറൽ സെക്രട്ടറിമാർ മത്സരിക്കുന്നില്ലെങ്കിൽ അത് ബി.ജെ.പിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഘടകം തന്നെയല്ലേ? പ്രത്യേകിച്ച് കെ സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾ മത്സര രംഗത്തില്ലെങ്കിൽ അത് ബി.ജെ.പിയെ വലിയ തോതിൽ ബാധിക്കുന്നതാണ്. ഒരുപക്ഷെ കുമ്മനം കഴിഞ്ഞാൽ വലിയ താരമൂല്യമുള്ള ബി.ജെ.പിയുടെ ഒരു സ്ഥാനാർത്ഥി കാൻഡിഡേറ്റ് കൂടിയാണ് അദ്ദേഹം. അത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സ്ഥിതിക്ക് ബി.ജെ.പി ഏത് നിലയിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും? നിലവിലെ സാഹചര്യത്തിൽ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള 3 ജനറൽ സെക്രട്ടറിമാരും മത്സരിക്കാനില്ല എങ്കിൽ അത് ബി.ജെ.പിയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകും. കാരണം പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെ തോൽവി ഭയന്ന് പിന്മാറി എന്നുള്ള പ്രചരണം ശക്തമാകും. അതുപോലെ തന്നെ വലിയ തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നേതാക്കൾ പിന്മാറിയത് എന്നുള്ള പ്രചരണം ശക്തമാകും. അതുപോലെ തന്നെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളായി മുതിർന്ന നേതാക്കന്മാർ വരാത്തതിന് കാരണം പാർട്ടിക്കുള്ളിലെ തമ്മിലടിയാണ് എന്നുള്ള കാര്യവും ഒരേപോലെ പുറത്തുവരും. അത് എത്രത്തോളം അതിനാൽ തന്നെ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പല നേതാക്കന്മാരെ മത്സരിപ്പിക്കാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. ഏതായാലും സ്ഥാനാർത്ഥി പട്ടികയിൽ കേന്ദ്ര നേതൃത്വം കാര്യമായ ഇടപെടലുകൾ നടത്തിയാൽ മാത്രമേ ഈ മുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെ മത്സരിക്കാനുള്ള സാധ്യതയുള്ളൂ.
എന്തായാലും BJP സ്ഥാനാർത്ഥി നിർണയത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ദില്ലിയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. പട്ടിക നാളെയോടെ പുറത്തിറക്കാൻ കഴിയുമെന്ന് BJP അധ്യക്ഷൻ ശ്രീധരൻ പിള്ള മാധ്യമങ്ങളുമായി അല്പം മുമ്പ് അഭിപ്രായം പങ്കുവച്ചു. പത്തനംതിട്ട സീറ്റിനെ ചൊല്ലിയാണ് വലിയ തർക്കം BJPയിൽ ഉള്ളത്. വിവരങ്ങളാണ് ശരത്ത് നൽകിയത്. വാർത്തകളിലേക്ക്. ആദ്യഘട്ട പ്രചരണത്തിൽ തന്നെ മലയോര ജനതയുടെ മനം കവർന്ന ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. കാർഷിക തോട്ടം മേഖലകളിൽ മികച്ച സ്വീകരണമാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി പിന്തുണയ്ക്കുന്ന ജോയ്സ് ജോർജിന് ലഭിക്കുന്നത്. ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസും പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല, ദേവികുളം, ഇടുക്കി, പീരുമേട്, തൊടുപുഴ നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം മണ്ഡലങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം. ഇടത് സ്ഥാനാർത്ഥി സിറ്റിംഗ് MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് മണ്ഡലത്തിലെ ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കി. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അനുകൂലമായ സാഹചര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉള്ളത്. എല്ലാ ഘടകങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണയുണ്ട്. ആ ആളുകളുടെ വലിയ തോതിലുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സഹായവും ഈ പ്രാവശ്യം നമുക്ക് ലഭിക്കുന്നുണ്ട്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വനിതാ പാർലമെന്റിന്റെ പിന്തുണയും പ്രചാരണ രംഗത്ത് ജോയ്സിന് കരുത്താണ്. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ പ്രചാരണത്തിന് ഞായറാഴ്ച തുടക്കമായി. 100% ഈ പാർലമെന്റ് മണ്ഡലം ഐക്യമുന്നണിക്ക് അനുകൂലമാണ്. ഡീൻ PJ ജോസഫുമായി കൂടിക്കാഴ്ച നടത്തി. LDF സ്ഥാനാർത്ഥിയുടെ ആദ്യഘട്ട പ്രചാരണം പൂർത്തിയായപ്പോഴാണ് UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന് തുടക്കമായത്. ഇനി NDA സ്ഥാനാർത്ഥി ആരെന്ന് വ്യക്തമാകുന്നതോടെ മണ്ഡലത്തിൽ പ്രചാരണം കൂടുതൽ ശക്തമാകും. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്.